കല്യാണം കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഒരു ചടങ്ങെന്ന് പറയുന്നത് എല്ലാവരും വീട്ടിലും വിരുന്ന് പോകുന്നതാണ്. അങ്ങനെ ചേച്ചി വിരുന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, ഒപ്പം ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നേ. ആ ഒരു വിശേഷത്തേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഹലോ ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേച്ചി അങ്ങനെ നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ആ സമയം നമ്മൾ മുകളിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു. ഈവനിങ് കാഴ്ചകളാണ്, നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അധികം രാത്രി ആരും ഹെവി ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് മതി എന്നുള്ളത് കൊണ്ട് ചപ്പാത്തിയും അതുപോലെ ചിക്കൻ ഒരു പരട്ടും കൂടിയാണ് ചേച്ചി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പായസത്തെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ചേച്ചിൻ്റെ പായസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് മധുരം അധികം ഒരുപാടൊന്നും ഇടില്ല. അതുകൊണ്ട് തന്നെ സിമ്പിൾ നമുക്ക് എത്ര വേണം കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് പായസം ഉണ്ടാക്കുക. പൊതുവേ എനിക്ക് മധുരം അങ്ങനെ അധികം ഇഷ്ടമില്ലെങ്കിലും ചേച്ചിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ പായസത്തിന് മധുരം കുറവായതുകൊണ്ട് ഞാൻ അധികം കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കണ്ണൻ്റെ വൈഫേ. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നു. പിന്നെ നമ്മളിങ്ങനെ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞു, ഇങ്ങനെ പെട്ടെന്ന് അവിടെ സമയം പോകും. ഇതാണ് നമ്മുടെ ചിക്കൻ പരട്ട് എന്ന് പറയുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നമ്മുടെ പായസം, പിന്നെ അതുപോലെ ചപ്പാത്തി, പിന്നെ വേണ്ടവർക്കാണെങ്കിൽ ദോശയും കൂടെ ചേച്ചി ചുട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അമ്മ ചേച്ചിൻ്റെ പാത്രം കഴുകാനൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്തു. ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിന്ന്. പിന്നെ പൊതുവെ അവിടെ പോയി കഴിഞ്ഞാൽ ചേച്ചി ഒന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും വിടില്ല, ചേച്ചിക്ക് എല്ലാം ചെയ്യണം. ഇവിടെ വന്നാലും ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ശീലമോളുടെ ഫോട്ടോഷൂട്ടായിരുന്നു. ജന്നിക്കുട്ടി എന്ത് പറഞ്ഞാലും അതുപോലെ അവൾ നിൽക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.